നല്ല മരണമെന്ന് പറയുന്നല്ലോ, എന്താണെന്നറിയോ? നല്ല മരണത്തിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവെ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുരിച്ചിരി ഉണ്ടാകണം, ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഈ 15 കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണം എന്ന് പറയുന്നത്. ഈ ഇരിക്കണ ഓരോ മഹ്ലൂക്കിനോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താ? നമ്മൾ ഒരുപാട് നന്മ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതാർക്ക് വേണം നന്മ? ഞാനും നിങ്ങൾ ഒരുപാട് നന്മ, ഇത് ആർക്ക് വേണം? അള്ളാഹുടെ മുമ്പിൽ ഒന്നും എത്തിയിട്ടില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നറിയില്ല. അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു നന്മ ചെയ്തു വെച്ചോ ജീവിതത്തിൽ. നല്ലവര്, നല്ല ഡിഗ്രി എടുത്തവരാണോ, PhD ഉള്ളവരാണോ, മെഡിസിൻ പഠിച്ചവരാണോ, എഞ്ചിനീയർ ആണോ, ഗൾഫിൽ എത്ര ശമ്പളമുള്ള ആളാണോ? ആരാ നിങ്ങൾ ഏറ്റവും നല്ലവര്? ആരാ നല്ലവര്? പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ നിസ്കരിക്കുന്നവരോ? ചിലക്കാർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അവർക്ക് ഫർളേ പറ്റുന്നുള്ളൂ. അവർ ജോലിക്ക് പോകുന്നവരാ, അവർ ഉറക്കൊഴിക്കുന്നവരാ, അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, കുറെ നോമ്പ് വിൽക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ലെന്ന് വരും. ആരാണ് ഏറ്റവും നല്ലവർ? ഒരു മനുഷ്യനിലെ ഗുഡ്നെസ്, ഒരു മനുഷ്യന്റെ നന്മ അളക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി നമുക്കൊക്കെ താവാൻ പറ്റും. ഖൈറുക്കും, ദി ബെസ്റ്റ് ഓഫ് യു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലി അഹ്ലിഹി are the best to their wives. സ്വന്തം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് നല്ല നിലക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഭർത്താവാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പള്ളി കമ്മിറ്റി ആയിരിക്കും, നമ്മൾ ഉറൂസ് കമ്മിറ്റിയിലുണ്ടാവും, നേർച്ച കമ്മിറ്റിയിലുണ്ടാവും, പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടാവും, പാർട്ടിയുടെ പ്രധാന സാരഥ്യം വഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അതോടൊപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഭർത്താവും നല്ല വാപ്പയുമാവാൻ കഴിയണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കാം. നമ്മൾ നല്ലവരാകുന്നത് ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവര്, നല്ല ഡിഗ്രി എടുത്തവരാണോ, PhD ഉള്ളവരാണോ, മെഡിസിൻ പഠിച്ചവരാണോ, എഞ്ചിനീയർ ആണോ, ഗൾഫിൽ എത്ര ശമ്പളമുള്ള ആളാണോ? ആരാ നിങ്ങൾ ഏറ്റവും നല്ലവര്? ആരാ നല്ലവര്? പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ നിസ്കരിക്കുന്നവരോ? ചിലക്കാർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അവർക്ക് ഫർളേ പറ്റുന്നുള്ളൂ, അവർ ജോലിക്ക് പോകുന്നവരാ, അവർ ഉറക്കൊഴിക്കുന്നവരാ, അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, കുറെ നോമ്പ് വിൽക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ലെന്ന് വരും. ആരാണ് ഏറ്റവും നല്ലവർ? ഒരു മനുഷ്യനിലെ ഗുഡ്നെസ്, ഒരു മനുഷ്യന്റെ നന്മ അളക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി നമുക്കൊക്കെ താവാൻ പറ്റും. ഖൈറുക്കും, ദി ബെസ്റ്റ് ഓഫ് യു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലി അഹ്ലിഹി are the best to their wives. സ്വന്തം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് നല്ല നിലക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഭർത്താവാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പള്ളി